സവാദ് മസ്താനി ഇഷ്യൂ അറിയാത്തതായിട്ട് ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല ഈ വീഡിയോ കാണുന്നതിൽ. അപ്പൊ ഈ ഒരു വിഷയം അറിയാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി പറഞ്ഞുതരാം. അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു KSRTC ബസ്സിനകത്ത് വെച്ച് സവാദ് എന്ന് പറഞ്ഞ ഈ പുള്ളി ഒരു മസ്താനി എന്ന് പറഞ്ഞ വേറെ പുള്ളിക്കാരിയുടെ അടുത്ത് സിബ് ഊരിയിട്ട് ഒരു നഗ്നതാ പ്രദർശനം പോലത്തെ ഒരു പരിപാടി കാണിച്ചു. എന്നിട്ട് ഇതിനെതിരെ ഭയങ്കര വിഷയമൊക്കെ ആയി. അവസാനം ഈ പുള്ളി ജയിലിലായി കഴിഞ്ഞിട്ട് പിന്നെ ഈ പുള്ളി പുറത്തിറങ്ങിയപ്പോഴത്തേക്കും വൻ രീതിക്കുള്ള സ്വീകരണമൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നോ, ഇവിടെ നല്ല എന്തെങ്കിലും ചെയ്ത ആൾക്കാർക്ക് പോലും ഇത്ര വലിയ സ്വീകരണമൊക്കെ കിട്ടുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോഴാണ് ഈ ഇമാതിരി പരിപാടി കാണിച്ചിട്ട് അകത്ത് പോയവനൊക്കെ ഇമാതിരി സ്വീകരണമൊക്കെ കൊടുത്ത് പുറത്ത് കൊണ്ടിട്ട്. അപ്പോൾ എന്തായാലും അന്ന് നമ്മൾ ഈ മസ്താനി എന്ന് പറഞ്ഞ പുള്ളിക്കാരിക്ക് പറയാനുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ട്. എന്നാൽ ഇപ്പം ഈ സവാദ് എന്ന് പറഞ്ഞ അത്രയും വലിയൊരു പുണ്യകർമ്മം അവിടെ ഇരുന്ന് ചെയ്ത അവൻ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം. പുള്ളിക്കും പറയാനായിട്ടുള്ള അവകാശമുണ്ടല്ലോ, അതുകൊണ്ട് നമുക്കത് കേട്ടു നോക്കാം. വരും. പലരും മെസ്സേജ് അയച്ചു, പലരും കമന്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ടു. അത് തികച്ചും കളവാണ് എന്നുള്ള കൃത്യമായ പ്രൂഫ് എൻ്റെ അടുത്തുണ്ട്. അതുമാത്രമല്ല, അതുപോലെ തന്നെ അതേ സെയിം പിക്ചർ തന്നെ എനിക്ക് പലരും അയച്ചു തന്നിട്ടുണ്ട്. അതായത് അവർ മുമ്പും ചീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, ഞങ്ങളൊക്കെ ചീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് പലരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്ത് പോസ്റ്റ് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇതൊന്നും എനിക്കറിയാവുന്നവരല്ല മെസ്സേജ് അയച്ചാൽ അവരറിയാവുന്നവരാണ്. അതുപോലെ അവരുടെ സീക്രട്ട് കാര്യങ്ങളും അവരുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളും അങ്ങനെ പല കാര്യങ്ങളും. പക്ഷേ ഞാൻ ചിലരോടൊക്കെ കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ നിങ്ങളുടെ ഈ കാര്യങ്ങളൊന്നും എനിക്ക് അയച്ചു തരേണ്ട. അത് അവരുടെ ലൈഫും നമ്മൾ അതിലേക്ക് കയറി കളിക്കുന്നില്ല. ഒരു BGM ഇടാനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നന്മയുള്ള ലോകമേ. അയ്യോ, സവാദിന്റെ ആ ഒരു നന്മയുള്ള മനസ്സ് കണ്ട. അവരുടെ കുറെ സീക്രട്ടുകളും അവരുടെ കുറെ അതായത് ഇതിനു മുമ്പ് അവർ ചീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് മസ്താനി എന്ന് പറഞ്ഞ ഒരു ചീറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അതിന്റെ എവിഡൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ സവാദിന് കൊടുത്തപ്പോഴത്തേക്കും സവാദ് പറഞ്ഞു, ഞാൻ ഇതിനകത്തില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്തൊന്നും ഇടപെടൂല. അത്രയ്ക്കും നല്ലൊരു മനസ്സിന് ഉടമയാണ് സവാദ്. സവാദിനെ പറ്റി ആലോചിച്ചിട്ടേക്ക് അഭിമാനം തോന്നുന്നു. ബാക്കിയാണ് എങ്ങനെ സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിക്കും എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ പല രീതിയിൽ ഇവർ ശ്രമിച്ചു നോക്കി ഫേമസ് ആവാൻ വേണ്ടി. പക്ഷെ ഒരു തരത്തിലും നടക്കാതായപ്പോഴാണ് നമ്മുടെ ഹിന്ദി ഫിലിമിലുള്ള ഇതേ സംഭവം, എനിക്ക് നടന്ന അതേ സംഭവം ഒരു ഹിന്ദി ഫിലിമിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അത് ഇവർ കണ്ടു. പക്ഷെ ഇവർ കരുതിയത് വേറെ ആരും ഇതൊന്നും കാണില്ല എന്നാണ്. പക്ഷെ അത് സെയിം എന്നിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ അതിലുള്ള ഡയലോഗും ഇതിലേക്ക് പറഞ്ഞുപോയി. അതുകൊണ്ട് തന്നെ പലരും അതും പിടിക്കപ്പെട്ടിട്ടുണ്ട്. അതും പലരും പോസിറ്റീവ്സായിട്ട് കണ്ടിട്ടുണ്ട്. പിടിക്കപ്പെട്ടു എന്ന് സവാദ് പറയുന്നുണ്ട്. പിന്നെ സവാദിന്റെ കൂടെ ഉള്ള മറ്റേ അന്ന് എന്തൊരു സംഘടനയൊക്കെ ഉണ്ടായില്ല, ആ സംഘടനക്കകത്തുള്ള ആൾക്കാരും പറയുന്നുണ്ട്. വേറെ ആരെങ്കിലും അതൊക്കെ പറയണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ചിലപ്പോൾ പറയാനുണ്ടാവാം, സവാദിനെ സപ്പോർട്ട് ചെയ്യണവരുണ്ടാവും. ഇവരൊക്കെ എന്ത് കണ്ടിട്ടാണ് ഈ സപ്പോർട്ട് ചെയ്യണതെന്നും എനിക്ക് മനസ്സിലാവുള്ള. ഒരാൾക്കെതിരെ ഇത്രയും രീതിക്കുള്ള, അതായത് ഒരു എന്താ പറയുക, ഒരുമാതിരി വൃത്തികെട്ട ഒരു പരിപാടി ബസ്സിനകത്തിരുന്ന് കാണിച്ച ഒരുത്തനെ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുള്ള. ഇപ്പോൾ ഒരുപാട് പേരുണ്ടാവാം ഇതേപോലെ ഫേക്ക് ആയിട്ടുള്ള അലിഗേഷനൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ടാവാം. പക്ഷെ ഇതങ്ങനെയാണെന്ന് നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് പറയണതെന്ന് എനിക്ക് മനസ്സിലാവുള്ള. ബാക്കി നോക്കാം. അപ്പം ഞാൻ അങ്കമാലിയിൽ നിന്നാണ് ബസ്സിലേക്ക് കയറുന്നത്. അത്താണിയിലാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പം ആദ്യമേ പറയാം, ഞാൻ 10 മിനിറ്റിൻ്റെ ഉള്ളിലുള്ളൊരു സമയം മാത്രമാണ് ബസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഞാൻ മണിക്കൂറുകളോളം ബസ്സിലായിരുന്നു എന്നുള്ളത്. അങ്കമാലി നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. അങ്കമാലിയിൽ നിന്ന് അത്താണിയിലേക്ക് മാക്സിമം പോയാൽ 10 മിനിറ്റ് സമയം മാത്രമാണുള്ളൂ. നിങ്ങൾ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. അപ്പം ഈ 10 മിനിറ്റിനുള്ളിൽ ഉള്ള സമയത്തെയാണ് മണിക്കൂറുകളോളം വായിച്ചാൽ തീരാത്ത പരാതികളും ആഘോഷങ്ങളും കുട്ടിയാഘോഷങ്ങളും മീഡിയകളും എന്തൊക്കെയോ കളിച്ചു കൂട്ടിയത് ഈ 10 മിനിറ്റിനുള്ളിൽ ഉണ്ടായ സമയത്താണ്. ഞാനിത് എടുത്തു പറയാൻ കാരണം അവർ തന്നെ അവരുടെ വീഡിയോയിൽ പറയുന്നുണ്ട് ഫോൺ ചെയ്തു, അതുപോലെ തന്നെ ഉറങ്ങി എന്നൊക്കെ. അതുപോലെ അതിനുശേഷം ഞാൻ എന്തൊക്കെയോ ചെയ്തു എന്നും പറയുന്നു. ഇതിനൊക്കെ ഈ ഫ്യൂ മിനിറ്റ്സ് കൊണ്ട് നടക്കുമോ ഇല്ലയോ എന്ന് ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ എല്ലാം മനസ്സിലാകും. അതായത് ഈ 10 മിനിറ്റ് അല്ല, ഇപ്പൊ 1 മിനിറ്റോ അല്ലെങ്കിൽ 10 സെക്കൻഡോ അവിടെ ഇരുന്നേന്നുള്ളതിലല്ല കാര്യം. ഈ
ഇത്രയും മിനിറ്റ് കൊണ്ട് എന്തവിടെ കാണിച്ചു? അതായത് ഇപ്പോൾ ഒരു 10 സെക്കൻഡ് പോലും വേണ്ട ഒരാൾക്ക് അവിടെ ഇരുന്നിട്ട് ഒരാളെ എന്തെങ്കിലും കാണിക്കാനോ അല്ലെങ്കിൽ അവിടെ ഇരുന്ന് എന്തെങ്കിലും ഊളത്തരം കാണിക്കാനോ അത്ര സമയമൊന്നും വേണമെന്ന് എനിക്ക് തോന്നണില്ല. അതുപോലെ ഇപ്പോൾ പുള്ളി പറയുന്നുണ്ട് ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ബാക്കി ആരും ബുദ്ധി ഇല്ലാത്തവരാണെന്നായിരിക്കും ചിലപ്പോൾ പുള്ളി ഉദ്ദേശിക്കുന്നത്. അതായത് പുള്ളിനെ സപ്പോർട്ട് ചെയ്യണവർ മാത്രം ബുദ്ധിയുള്ളവർ, ബാക്കി എല്ലാവരും ബുദ്ധി ഇല്ലാത്തവർ, ബാക്കി എല്ലാവരും പൊട്ടന്മാരാ. അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ടേ ഇല്ല, ബാക്കിയുണ്ടോ. അങ്കമാലിയിൽ നിന്നാണ് ഫ്രണ്ട് ഡോർ വഴി ഞാൻ ബസ്സിലേക്ക് കയറിയത്. ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. 2 ദിവസം കൊണ്ട് എൻ്റെ കമ്പനി ഇനാഗുറേഷൻ്റെ ഡേറ്റ് ഫിക്സ് ആക്കും. അങ്ങനെ അതിൻ്റെ ഓപ്പണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടും അതിൻ്റെ പർച്ചേസിംഗ് ഒക്കെ ആയിട്ട് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഓട്ടത്തിലായിരുന്നു. അപ്പം നല്ല ടയേർഡായിരുന്നു, നല്ല വെയിലായിരുന്നു, നല്ല വേർത്തിരുന്നു. ഫ്രണ്ട് ഡോർ വഴി ബസ്സിലേക്ക് കയറിയപ്പം ഒരു ഫ്രണ്ടിലൊരു സീറ്റ് ഉണ്ട്, സൈഡിൽ ഒരാൾ ഇരിപ്പുണ്ട്, എൻഡിൽ ഇവർ പറഞ്ഞ ഇയാൾ ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയും എവിടെയെങ്കിലും ഇരിക്കണം എന്നൊറ്റ ചിന്തയായിരുന്നുള്ളൂ. അപ്പം സ്വാഭാവികമായിട്ടും അവർ തൽക്കാലം അവിടെ ഇരിക്കാം എന്നുള്ളത് കൊണ്ട് ഒരു സീറ്റ് അവരോട് നീങ്ങിത്തരാൻ പറഞ്ഞു. അപ്പോൾ അവർ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുന്ന എന്ന മട്ടിൽ അവർ മാറിത്തരികയാണ് ചെയ്തത്. ഒരു കാര്യം ഓർമ്മിക്കുക, പലരും പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പലരും തെറ്റിദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ അതിനിടയിലേക്ക് കയറി ഇരുന്നതാണ് എന്നുള്ളത്. ഓർക്കുക, KSRTC ബസ്സിൽ ഫ്രണ്ട് സീറ്റും ബാക്ക് സീറ്റും തമ്മിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 10 സെന്റിമീറ്റർ ഗ്യാപ്പാണ് ഉണ്ടാവും. ആ 10 സെന്റിമീറ്റർ ഗ്യാപ്പിനുള്ളിൽ ഒരാൾക്ക് കയറി ഇരിക്കാൻ പറ്റില്ല. നമുക്ക് കയറി ഇരിക്കാൻ പറ്റും, ഒരാളെയും തള്ളി മാറ്റിയിട്ട് നമുക്ക് കയറി ഇരിക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ അവർ എഴുന്നേറ്റ് തരണം, അല്ലെങ്കിൽ അവർ റിസ്ക് എടുത്ത് മാറി തരണം, എല്ലാവരും അവിടേക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അവരും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. പുള്ളി ഇപ്പൊ ഈ പറയണതിൽ ചിലപ്പോ കാര്യം ഉണ്ടാവാം. കാര്യം പുള്ളി അതിന്റെ ഇടയിലേക്ക് അവർ രണ്ടുപേരുടെ ഇടയിലേക്ക് വന്നിരുന്നതായിരിക്കൂല. ചിലപ്പോ പുള്ളി ആയിരിക്കും അവിടെ ആദ്യം വന്നിരുന്നത്, അത് കഴിഞ്ഞിട്ടായിരിക്കും അവർ വന്നിരുന്നത്, അങ്ങനെയൊക്കെ ആയിരിക്കാം. എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ അവിടെ ഇരുന്ന് എന്ത് കാണിച്ചു എന്നുള്ളതിലാണ് കാര്യം. അല്ലാണ്ട് നിങ്ങൾ അവിടെ എങ്ങനെ വന്നിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമാണോ വന്നത്, നിങ്ങൾ അവസാനമാണോ വന്നത്, നിങ്ങൾ അവരുടെ ഇടയിലേക്ക് കയറിയതാണോ, അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. നിങ്ങൾ അവിടെ ഇരുന്ന് എന്ത് കാണിച്ചു, അതിലെങ്ങനെയാണ് നിങ്ങൾക്ക് ന്യായീകരിക്കാൻ പറ്റുന്നത്, അതാണ് ഇവിടുത്തെ വിഷയം. കേട്ടോ, അവിടെ ഇരുന്നതുമായി ബന്ധപ്പെട്ട് ചില വാക്കുതർക്കങ്ങളുണ്ടായി. ആ തർക്കവുമായി ബന്ധപ്പെട്ട് അവർ വളരെ വൃത്തികെട്ട രൂപത്തിൽ, അതായത് യുവർ മം ആൻഡ് ഡാഡ് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട വേർഡ് എന്നിലേക്ക് ഉപയോഗിച്ചു. അതെനിക്ക് സഹിക്കാൻ പറ്റാതായപ്പോൾ ഞാൻ കൃത്യമായിട്ട് അതിന് പച്ച മലയാളത്തിൽ അതിന് മറുപടി കൊടുത്തു. എന്താണ് മറുപടി കൊടുത്തത് എന്നുള്ളത് ഞാനിവിടെ പറയുന്നില്ല, ഞാനതിൻ്റെ മാന്യത കീപ്പ് ചെയ്യുന്നു. അപ്പോൾ അവർ തമ്മിൽ ഓരോ തെറിവിളികളും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായെന്നാണ് പറയുന്നത്. അതായത് ഇപ്പം ബസ്സിനകത്ത് ഇരുന്നിട്ട് ഇമാതിരി പ്രവൃത്തി ഒരാൾ കാണിക്കുമ്പോഴത്തേക്കും ആദ്യം ഒരാളുടെ വായിൽ വരുന്നത് ചിലപ്പോൾ തെറിയായിരിക്കാം, അത് വിളിച്ച് പറഞ്ഞെന്ന് വരാം. ഇതൊക്കെ നമ്മൾ, അതായത് ഇമാതിരി പ്രവൃത്തി ചെയ്യുമ്പോഴത്തേക്കും ഇതൊക്കെ കിട്ടുമെന്ന് നമ്മൾ ആലോചിക്കണം. അതായത് ഇപ്പോൾ തെറിവിളിയൊന്നല്ല, ചിലപ്പോൾ അവിടെ നിന്ന് നല്ല തല്ലും കിട്ടിയേനെ. ആരെയും ഇമാതിരി പ്രവൃത്തിയൊക്കെ അവിടെ നിന്ന് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതും കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊന്നും നമുക്ക് ഓരോ ക്യുക്കായിട്ടുള്ള ഓരോ ഇതാണ്. അപ്പോൾ അതിനൊന്നും ഇപ്പം ഈ പുള്ളിയും തെറി വിളിച്ചെന്ന് പറയുന്നുണ്ട്. അതെന്താണോ അത് ആ ഒരു സമയത്ത് അവരുടെ ഒരു ഇതുപോലെ ഇരിക്കും. ആദ്യമേ പറയും, ഇവരെ കൂടെ പിറകിൽ ആളുണ്ട്, 100% ആളുണ്ട് എന്നാണ് എൻ്റെ കൃത്യമായ ബോധ്യം. കൃത്യമായിട്ട് ഇവരെ പിറകിൽ ബസ്സിൽ ആളുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ സംഭവം അപ്പം എനിക്ക് തോന്നി ഇവർക്ക് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് മനസ്സിലായപ്പോൾ എന്തോ ഒരു പന്തികേട് എനിക്ക് മനസ്സിലായി. എന്തോ ഒരു നോർമൽ അല്ലാത്ത ആളെപ്പോലെ ബിഹേവ് ചെയ്തപ്പോൾ തന്നെ ഞാൻ അവിടുന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ എനിക്കെതിരെ വീഡിയോ എടുത്തിട്ടുണ്ട്. ആ വീഡിയോയിൽ വളരെ വൃത്തികെട്ട രൂപത്തിൽ പലതും വിളിച്ചു പറയുന്നു. അപ്പം ഞാൻ അവിടുന്ന് തന്നെ എൻ്റെ കാര്യങ്ങൾ ഞാൻ പ്രൂവ് ചെയ്തു. ആ ബാഗ് എടുത്ത് മാറ്റി ഞാനത് പ്രൂവ് ചെയ്തു. പക്ഷെ അവർ ഒഴിവാക്കുന്നില്ല. ആ വീഡിയോ തന്നെ നിങ്ങൾക്ക് കാണാം. ആ സ്പോട്ടിൽ തന്നെ, എനിക്ക് സമയം കിട്ടുന്നില്ല, ആ സ്പോട്ടിൽ തന്നെ അവരെനിക്കെതിരെ ഫോണ് ഉയർത്തിയപ്പോൾ ഞാൻ പെട്ടെന്ന് പതിർപ്പ്, അതാ എൻ്റെ ആ നോട്ടം. അപ്പം അവർ കൃത്യമായിട്ട് എനിക്കെതിരെ ഫോൺ ചൂണ്ടിയപ്പോൾ ഞാൻ കൃത്യമായിട്ട് അത് ഫോൺ വീഡിയോ തന്നെ അത് പ്രൂവ് ചെയ്തു. എന്നിട്ടും ഞാൻ അവിടുന്ന് എഴുന്നേറ്റപ്പോഴും കണ്ടക്ടർ വന്നപ്പോൾ കണ്ടക്ടർക്ക് നേരെയും ഞാൻ കൃത്യമായിട്ട് എൻ്റെ നിരപരാധിത്വം ഞാൻ അവിടെ തന്നെ കണ്ടക്ടർക്ക് മുന്നിൽ തെളിയിച്ചു. പക്ഷേ കണ്ടക്ടർ എന്നെ നോക്കി. അപ്പോൾ ഞാനത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടക്ടർ എന്നോട് ചോദിക്കില്ലായിരുന്നോ, നീ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കൂലേ? ഒരിക്കലും അത് ചോദിച്ചിട്ടില്ല. കാരണം കണ്ടക്ടർക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്, അല്ലെങ്കിൽ അവിടെ അങ്ങനെ സംഭവം നടന്നിട്ടില്ല എന്നത്. അതുകൊണ്ട് തന്നെ അവർ പരാതിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ കണ്ടക്ടർക്ക് അതിനെ ആക്ഷൻ എടുക്കാതിരിക്കാൻ പറ്റൂല. അത് കണ്ടക്ടർ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ കണ്ടക്ടർ ബസ്സിൽ നിന്ന് ഇറങ്ങി.
ഇവിടെ സവാദ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് എനിക്കെതിരെ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് നോർമലായിട്ട് എണീറ്റ് മാറി. അത് വീഡിയോനകത്ത് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും എന്നുള്ള രീതിക്കൊക്കെ പുള്ളി പറയുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എന്നിട്ട് എങ്ങനെയാണ് പുള്ളി മാറുന്നത്, നോർമലായിട്ടാണോ അല്ലെങ്കിൽ അപ് നോർമലായിട്ടാണോ എന്നൊക്കെ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. Can you stop doing that, please? Can you stop doing that? No, can you stop doing that? ആളുടെ സിബ് തുറന്നിട്ട് കുറെ നേരം ആള് ഇവിടുത്തെ കുറച്ച് പനി ഒപ്പിക്കുന്നത്. Are you okay? Is everything okay with you? Is your zip open? It's not. It's not. It's not. Are you sure it's not? Are you sure? His zip was open. ഇത്ര നേരമായിട്ട് is the zip open? Is the zip open? Zip open ആണോ? കുറെ നേരം he was ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നല്ല. കാര്യം ഈ സവാദ് ഇപ്പൊ അവിടെ ഒന്നും നോർമലായിട്ട് എണീറ്റ് പോയ പോലെ എനിക്ക് തോന്നല്ല. എന്തോ പുള്ളി അവിടെ ഇരുന്നൊരു പരിങ്ങി പതറി, അതായത് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ പേടിക്കേണ്ട കാര്യമുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴത്തേക്കും പേടിച്ചേക്കാം എന്നൊക്കെ ആരെങ്കിലൊക്കെ പറയുമായിരിക്കും. പക്ഷേ അങ്ങനെ എനിക്ക് തോന്നല്ല. കാര്യം ഇപ്പം നമ്മളൊരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റാൻഡിൽ ഉറച്ചു വെക്കാം, ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്നവിടെ നിന്ന് നമുക്ക് പറയാം. പക്ഷേ പുള്ളി എന്താണ് ചെയ്യണം, പുള്ളി പതറിയിട്ട് ഞാൻ അങ്ങനെ ഒന്നും ആ ഒരു രീതിക്കാണ് പുള്ളി ചെയ്യണത്. പിന്നെ പുള്ളി പറയാൻ ഞാൻ അവിടെ കണ്ടക്ടറിന്റെ അടുത്ത് ഞാൻ തെളിയിച്ചു എൻ്റെ ഇത് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് കണ്ടക്ടറിന്റെ അവിടെ തെളിയിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും നമുക്ക് ആ വീഡിയോനകത്ത് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് കണ്ടക്ടർ എന്താ പറയണ, വണ്ടി നേരെ സ്റ്റേഷനിലേക്ക് പോട്ടെ എന്നുള്ള രീതിക്കൊക്കെ സംസാരിക്കണം. അല്ലാണ്ട് പുള്ളിയുടെ അടുത്ത് തെളിയിച്ചതായിട്ടൊന്നും എനിക്ക് തോന്നണില്ല. പിന്നെ അത് അപ്പം ഈ ഒരു വീഡിയോനകത്ത് സവാദ് ഫുള്ള് സവാദിനെ ന്യായീകരിച്ചിട്ടാണ് പറയുന്നത്. അതിപ്പോൾ ആരാണെങ്കിലും എങ്ങനെ ചെയ്യുള്ളൂ. അതായത് പക്ഷേ നമ്മളിപ്പോൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നില്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനകത്ത് കിടന്ന് ഈ ന്യായീകരിക്കുക. ഇപ്പം എനിക്ക് ഈ വീഡിയോ കണ്ടിട്ട് അതാണ് തോന്നി, ഈ ന്യായീകരിക്കൽ. ഇപ്പം പുള്ളി ഇപ്പം കേസൊക്കെ നടന്നിട്ടിരിക്കണേ, പുള്ളി അതിനിടയ്ക്ക് ജാമ്യം കിട്ടി എന്താണ്ട് വന്നിരുന്നിട്ടാണ് ഈ വീഡിയോ എടുക്കണമെന്നാണ് കേട്ടത്. അപ്പം അങ്ങനെയൊക്കെ വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട് മറ്റേ പുള്ളിക്കാരിയാണ് ഫുള്ള് തെറ്റുകാരി എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട്. ഈ മസ്താനി എന്ന് പറഞ്ഞവരാണ് തെറ്റുകാരി എന്നൊക്കെ ഉള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ ഇട്ട് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ ഒരു ജാമ്യം കിട്ടിയിട്ട് ഇങ്ങനെയൊക്കെ വന്നിട്ട് നമ്മുടെ അതായത് ഇപ്പം മറ്റേ ആളെ പറ്റി ഇങ്ങനെ ഓരോന്നും പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ ഒരു വിഷയം മൊത്തത്തിൽ ഈ പുള്ളി ന്യായീകരിക്കാൻ വേണ്ടി ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ പുള്ളീനെ സംരക്ഷിക്കണ പുള്ളീനെ സപ്പോർട്ട് ചെയ്യണ കുറേ സംഘടനകളൊക്കെ ഉണ്ടല്ലോ, എനിക്ക് അവരോട് ചോദിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയോ ആൾക്കാർ, അതായത് ഇപ്പം ഈ ഒരു കേസിൻ്റെ കാര്യമല്ല ഞാൻ പറയണത്, അതായത് ഈ ഫേക്ക് ആയിട്ടുള്ള കുറേ കേസുകളൊക്കെ കൊടുത്ത് അങ്ങനത്തെ സംഭവങ്ങളും ഉണ്ടാവാറുണ്ട് ഇവിടെ. അതായത് ഇപ്പം ഓരോ സ്ത്രീകളാണെങ്കിലും ആണുങ്ങൾക്കെതിരെ ഫേക്ക് ആയിട്ടുള്ള കേസുകളൊക്കെ കൊടുക്കുന്ന ഇഷ്ടംപോലെ സംഭവങ്ങൾ ഇവിടെ ഉണ്ടാവാറുണ്ട്. അതിനൊക്കെ എതിരെ നിങ്ങൾ പ്രതികരിക്കാണ്ട് നിങ്ങൾ ഇതേപോലുള്ള കേസുകൾക്കെതിരെ, അതായത് നമുക്ക് ജെന്യുവിൻ അല്ലാന്ന് തോന്നാനായിട്ട് എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? അങ്ങനെ ഒരു കാരണമില്ലാത്തൊരു കേസിനെതിരെ നിങ്ങൾ വെറുതെ അയാളെ ഒരു പുണ്യാളനാക്കുന്ന രീതിക്കൊക്കെ എന്തിനാ പറയണതെന്ന് എനിക്ക് മനസ്സിലാവുള്ള. അപ്പോൾ എനിക്ക് ഇത്ര തന്നെ ഈ വീഡിയോ കണ്ടിട്ട് തോന്നിയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട്, ഈ സവാദിൻ്റെ ഈ ഒരു ന്യായീകരണമൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ട് ഇട്ടേക്കുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.